حدد الله السير إلا نسير رمضان بمصر حدد الله طعمك طعم النيل. يا سلام. الأمجاد بمحمد تثابت تسموها مدار وخر البلاد زاكي داد اصرف سناد السنافي نعم نايم. നിന്ന നിൽപ്പിൽ അറബി പാട്ടുകൾ പാടി അറബികൾ അവരെ ഞെട്ടിക്കുന്ന ഒരു മണ്ണാർക്കാട്ടുകാരനാണ് നമ്മോടൊപ്പം ഉള്ളത്, മുഹമ്മദ് ഉണ്ണി. എത്ര കാലമായി ഇപ്പോൾ യു എയിൽ? ഒരു 5-6-7 വർഷത്തോളായി. അറബി ഒക്കെ പഠിച്ചിട്ടാണോ ഈ അറബി പാട്ടുകൾ പാടുന്നത്? അല്ല, ഞാൻ ഗ്ലോബൽ വില്ലേജിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനവിടെ ടോയ്സിൻ്റെ കച്ചവടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നാട്ടിൽ നിന്ന് തന്നെ ചെറിയ പാട്ടുകളൊക്കെ പാടും. അറബി പാട്ടിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഞാൻ ബലൂണ് വെക്കുമ്പോൾ ഒരു അറബിക്ക് ഇമറാത്തി വരുന്ന ലോക്കൽ ഒരു കുട്ടി കരയുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ലൈറ്റ് ബലൂൺ കയ്യിലുണ്ടായിരുന്നു. ലൈറ്റ് ബലൂൺ വേണം വെച്ചപ്പോൾ കുട്ടി കരയാണ്. അപ്പോൾ മേഡം പറഞ്ഞു വേണ്ട, കുട്ടി കരയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ മേഡം ഒരു സത്യം പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകളായിട്ട് വന്നിട്ട് കുട്ടി അറിഞ്ഞാലും തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാട്ട്, ഒരു ഹല തുർക്കിയുടെ ഒരു പാട്ട് ജസ്റ്റ് ഇങ്ങനെ പാടി, യുമ്മന വല്ലാഹി യുമ്മന ബി അല്ലാ വരികൾ പാടിയിട്ട് കുറച്ചുകൂടി പാടിയപ്പോൾ കുട്ടി നല്ല കരഞ്ഞ കുട്ടി സന്തോഷമായി. അങ്ങനെ മാമൻ്റെ ഇരുന്ന് ഒരു കുട്ടിക്ക് വേണ്ടി 2 ബലൂൺ വാങ്ങി. പിന്നെ ബാക്കി പൈസ നീ വെച്ചോന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് എന്നോട് പറഞ്ഞു 1 മണിക്കൂറിലേറെ ഈ കുട്ടി കരയണു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനതൊരു ബിസിനസ് ട്രിക്കാക്കി മാറ്റിയാണ് ചെയ്തത്. ഉണ്ണീൻ്റെ പാട്ട് കേൾക്കാൻ തന്നെ ഗ്ലോബൽ വില്ലേജിൽ ആൾക്കാർ വരുന്നൊരു അവസരം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. എൻ്റെ പാട്ട് കേൾക്കാൻ കുറേ ആൾക്കാർ വരും. ഇങ്ങനെ ജസ്റ്റ് എന്നോട് വേനൻത മുഹമ്മദ് എല്ലാ ആൾക്കാരോടും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇങ്ങോട്ട് പോലൊക്കെ എന്നെ നമുക്ക് ബിസിനസ്സിൽ സ്റ്റാഫുകളുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ നീ എവിടെ എന്നെ ചോദിച്ചിട്ട് മാമ വരുന്നുണ്ട്, എന്നെ ചോദിച്ചിട്ട് ഒരു അറബി വന്നിരിക്കണം, ഇന്ന ഭാഗത്ത് ലൊക്കേഷൻ ഉണ്ട്, പെട്ടെന്ന് വാവ് കയറി. അങ്ങനെ പോലെ വരും, എൻ്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങും, പൈസ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ പോകും. ഫിഫ നടക്കുന്ന സമയത്ത് തോന്നുന്നു ഞാനൊരു പാട്ട് പാടിയിരുന്നു. പിന്നെ അത് ഇതേമാതിരി ഫേമസ് ആയി. അത് ഒരു അറബി ടിക്ടോക്കിൽ എന്തെങ്കിലും ഇട്ടു. അത് ഏത് പാട്ടാണ്? അത് മറിയം ഫാരിസിൻ്റെ സലാമു അലൈക്കും അല്ലു ഫർഹീലേക്കും ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ആൾക്കാർ ഇതേമാതിരി കണ്ടിന്യൂറ്റി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ഗ്ലോബൽ വില്ലേജിൽ പിന്നെ ഞാൻ വന്നത് ബലൂണിലേക്കല്ല പോപ്കോണിലേക്കാണെന്ന്. അങ്ങനെ ഒരു ദിവസം ഇതേമാതിരി ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോപ്കോൺ നോക്കുമ്പോൾ പിന്നെ ഒരാൾ ഒന്ന് ചോദിച്ചു, അടുത്ത ഗന്നി എന്ന് വെച്ചു. എന്നെ അറിയാമെന്ന് വെച്ചു. അപ്പോൾ ആൾക്കാർക്ക് എന്നെ അറിഞ്ഞു തുടങ്ങി, ഞാൻ തന്നെ അറിയുന്നത്. അപ്പോൾ എന്നോടൊരു പാട്ട് പാടുമെന്ന് വെച്ചു. അതിൽ ഇതേമാതിരി 2 വരി പാടിയപ്പോൾ എൻ്റെ ബാക്കി ഞാൻ പാടി. 2 വരി പാടിൻ്റെ ബാക്കി ഞാൻ പാടിയതാണ് ഒരു 6.1 മില്യൺ അങ്ങനത്തെ ആയത്. അങ്ങനെ ആ പാട്ട് പാടി. പിന്നെ ഹുസൈൻ അൽ ജാസിമിയുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ ഒരു പാട്ട് പാടി. അങ്ങനെ ഹുസൈൻ അൽ ജാസ്മി എന്ന് പറയുന്നത് അറബ് ലോകത്തെ അറബ് ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഒരു മാജിക് സിംഗർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് നേരിട്ട് കണ്ട അനുഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊക്കക്കോല അരീനയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൂപ്പരെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മൂപ്പരൊരു ബെസ്റ്റ് ഫാനാണ്. ബാക്കിയുള്ള സിംഗേഴ്സിൻ്റെ ഫാനാണെങ്കിലും എൻ്റെ ഫേവറേറ്റ് സിംഗർ ഹുസൈൻ അൽ ജാസിമിയാണ്. അപ്പോൾ ഞാൻ മൂപ്പരെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുമ്പോൾ ടിക്കറ്റ് എടുത്ത് പോകാം തന്നെ വിചാരിച്ചു. ഒരു 300 ദിർഹംസ് എന്തോ ആണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു. അതിന് ഞാൻ ഓലെ ടീമിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ടിക്കറ്റ് ആളെ കാണാൻ പറ്റിയ ഒരുപാട് ബാക്കിലാണ്, 300 ടിക്കറ്റൊക്കെ ഒരുപാട് ബാക്കിലാണ്. പിന്നെ ഞാൻ വെള്ളിയാഴ്ച രാവിലെ കോൺടാക്ട് ചെയ്തപ്പോൾ ഫോൺ എടുത്തത് ഒരു അറബിയാണ്. ഞാൻ അയാളോട് ഇങ്ങനെ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇംഗ്ലീഷിൽ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ പാട്ട് പാടിക്കൊടുത്തു. എനിക്ക് മൂപ്പര പാട്ട് പാടി ഞാൻ ഫേമസ് ഇങ്ങനെ മില്യൺസൊക്കെ കണ്ടാണ്. അപ്പോൾ മൂപ്പര എന്നോട് പറഞ്ഞു എനിക്ക് എന്താ ആവശ്യം, എനിക്ക് അയാളെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഈ പരിപാടിയിലും കാണണം എന്നാണ്. എന്നാൽ ആ പാട്ടൊന്ന് പാടുക പറഞ്ഞു ഫോണിൽ. മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, എന്തായാലും വന്നു, എനിക്ക് പരിപാടി കാണാനുള്ള അവസരം നമ്മൾ ചെയ്തു തരാറുണ്ട്.
അങ്ങനെ എനിക്കറിയാം ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ റിഹേഴ്സൽ ടൈം എത്ര മണിക്കൂർ മുമ്പാന്ന് എനിക്കറിയാം. കാരണം കുറച്ച് മുമ്പ് ഗ്ലോബൽ വില്ലേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ പാകിസ്ഥാനി സിംഗർ ആതിഫ് അസ്ലമിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു. ചുമ്മാ വിരിഞ്ഞേക്ക് തന്നെ ഭക്ഷണം കഴിച്ച് വേഗം പോയി. 10 മണിക്ക് പരിപാടി നടത്തുന്നത്. ഞാൻ 4 മണിക്ക് എൻ്റെ മുമ്പ് തന്നെ അവിടെ എത്തി. എന്നിട്ട് ഞാൻ ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ പരിപാടി നടത്താൻ കുറച്ച് സമയം, ഇപ്പോൾ റിഹേഴ്സൽ കഴിഞ്ഞിക്കണമെന്നില്ലത് അറിയില്ല, എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പിന്നെ വേറൊരു അറബി വന്ന് ഇതിൻ്റെ ലിസ്റ്റിൽ അവിടെ സെക്യൂരിറ്റി ഫുൾ സിസ്റ്റം ആയിരിക്കുമല്ലോ. 10 മിനിറ്റ് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പുറത്തുനിന്നു. അപ്പോൾ അതിന് ഒരാൾ എന്നെ വന്ന് വിളിച്ചുകൊണ്ടായിട്ട് പറഞ്ഞു നിങ്ങളെ പേരൊക്കെ അതിൽ അച്ചടിച്ച് വന്നിട്ട് മുഹമ്മദ് ഉണ്ണി എന്നല്ലേ പേര്. ഞാൻ പാസ്പോർട്ട് കോപ്പിയൊക്കെ ആദ്യം വിട്ടുകൊടുത്തിരുന്നു വിളിച്ച് ചോദിച്ചിട്ട്. അങ്ങനെ അവർ എന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റൂമിലേക്കാണ് കൊണ്ടുപോയത്, എല്ലാ സൗകര്യത്തോടും കൂടി. എൻ്റെ തൊട്ട് റൂം ഹുസൈൻ അൽ ജാസിമി എന്നുള്ള ബോർഡുള്ള റൂം. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ഇനി അത്രയും ഒരു ഇതിൽ പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് എന്നോട് പറഞ്ഞു പരിപാടി തുറക്കാൻ ഒരു 8:30-9 മണിയൊക്കെ ആവും ഗേറ്റ് തുറക്കാൻ. പിന്നെ 10 മണിക്കായിട്ട് പരിപാടി തുറത്തണേ. ഇനി ഷോ കണ്ടോ, പിന്നെ അതിൻ്റെ മുമ്പ് മൂപ്പരെ മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന് ശേഷം മൂപ്പർക്ക് സമയം ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യാമെന്നാണ്. പക്ഷെ ഞാനെന്താ ഷോ കാണാൻ തന്നെ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ ഒരു അവസരം കിട്ടിയില്ല തന്നെ അതിൽ നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് ടിക്കറ്റ് അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പ്ലാറ്റിനം ടിക്കറ്റ് ഏറ്റവും ഫ്രണ്ടിൽ 13ാമത്തെ സീറ്റാണ് എനിക്ക് തന്നത്. അതിൽ ഭയങ്കര സന്തോഷമായി. ഏത് പാട്ടാണ് ഹുസൈൻ അൽ ജാസ്മിയുടെ മുന്നിൽ പാടിയത്? ഞാൻ ഹുസൈൻ അൽ ജാസ്മിയുടെ ഷെയ്ഖ് സായിദിന്റെ പാട്ട് സിമലം ജാത് ബി മുഹമ്മദ്. ممتاز. شو اسمك انت؟ انا ماجيك سينجر. يلا. പിന്നെ മൂപ്പരെ മുന്നിൽ റമളാൻ ബിമസ്രിഫ് ഹദദില്ല ബിസ്സിർ ഫി തഫസീൽ. Good. You enjoyed the concert? Everything was well? And رمضان بمسرف حددنا السير عند نسير رمضان بمسرف حددنا طعمت طعم النير. يا سلام. ആളുകളുടെ ഇടയിൽ ചെന്നിട്ട് ഇങ്ങനെ അറബി പാട്ട് പാടി ഞെട്ടിക്കുക എന്നല്ലാതെ സ്റ്റേജിൽ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? സ്റ്റേജിൽ അങ്ങനെ ഞാൻ അറബി പാട്ടൊന്നും അങ്ങനെ പാടും, ഹിന്ദി പാട്ടൊക്കെ പാടും. ഞാൻ നാട്ടിൽ ചെറിയ പരിപാടികളും ഇതൊക്കെ ഉണ്ടെങ്കിൽ കല്യാണ പരിപാടി അതുപോലെ പാട്ടുകൾ ചെറുതായിട്ട് പാടുന്ന ഒരാളാണ്. ഇപ്പൊ ഗ്ലോബൽ വില്ലേജിലെ ബലൂൺ വിൽപ്പന അല്ലെങ്കിൽ പോപ്കോൺ വിൽപ്പന എന്നൊക്കെ പറയുന്ന ഒരു 6 മാസത്തെ പരിപാടിയാണ്. ബാക്കി 6 മാസം എന്ത് ചെയ്യും? ബാക്കി 6 മാസം ഞാൻ നാട്ടിൽ പോകും, എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും. പിന്നെ അങ്ങനെ ആയിട്ട് പിന്നെ ചെറിയൊരു ഫിഷ് ഫാം നടത്തുന്നുണ്ട്. മികച്ച യുവ കർഷകനുള്ള അവാർഡ് എനിക്ക് മിക്സർ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഗായകരൊക്കെ നേരിട്ട് കാണാനും പാട്ടൊക്കെ പാടാനും അവസരം ഉണ്ടാവട്ടെ. അമൃത യാബിന്റെ ഒരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിച്ചാലോ? يا ساكن كيالي يا ساكن كيالي يا ساكن كيالي. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കണ്ടുപിട്ടാം.